എസ് ജി പാഷ, അതെന്താ ഇവർ പറഞ്ഞതിനകത്ത് ഇനി ഈ ക്രിസ്തുവിന്റെ സുവിശേഷവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഇവർ പറയുന്നുണ്ടോ? എന്നുവെച്ചാൽ ദൈവത്തെ തിരിച്ചറിയേണ്ട ഒരു ബോധ്യത ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ നമുക്ക് നൽകി. ദൈവത്തെക്കുറിച്ചൊരു അറിവ്, അഥവാ ട്രിനിറ്റി ഉൾപ്പെടുന്ന ആ വലിയ അന്തസത്ത ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചു. എന്നിട്ട് നമ്മൾ ഭയഭക്തിയോടെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ക്രിസ്തുവിന്റെ വീണ്ടും ക്രൂശിക്കാതെ നമ്മൾ ജീവിക്കണം. അതാണ് നമ്മൾക്ക് വേണ്ട മുന്നോട്ടുള്ള പടികൾ എന്ന് അവർ പറയുന്നു. അപ്പൊ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ആ ഒരു വേർഷൻ പൂർണ്ണമായില്ലേ? എന്ന് വെച്ചാൽ നമ്മുടെ റൈറ്റ് സൈഡാ പറയുന്നത്, പുതിയ നിയമത്തിന്റെ സൈഡാ പറയുന്നത്, ഓൾഡ് സൈഡ് അല്ല പറയുന്നത്. പറഞ്ഞേ യശിപ്പാഷ, അത് ക്ലിയർ ആയി വരുന്നുണ്ടോ? അല്ല, മുമ്പ് ഞാൻ സാധഗ്രാഹിയുമായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ന്യായപ്രമാണത്തിൽ നിന്ന് വീണ്ടെടുക്കാനാണ് യേശുക്രിസ്തു വന്നത്, അത് യഹൂദനെ മാത്രമാണ്, മറ്റുള്ളവർക്ക് അത് ബാധകമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പം മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയാം. ന്യായപ്രമാണം ആണ് പാപം, അതായത് പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. അപ്പൊ പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിൽ നിന്നും വീണ്ടെടുക്കുകയാണ്. ചട്ടങ്ങളാൽ നമുക്ക് പ്രതികൂലവും വിരോധവുമായിരുന്ന കയ്യെഴുത്തിനെ കുരിശിൽ മായ്ച്ചു, കുരിശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കി. അപ്പൊ ലോകത്തുള്ള ആളുകൾ മുഴുവൻ യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചു എന്ന് ചിന്തിക്കുമ്പോൾ സത്യത്തിൽ യേശുക്രിസ്തു ന്യായപ്രമാണത്തെ കുരിശിൽ തറച്ചു. അതാണ് കൊലാസ്യത്തിൽ പറയുന്നത്. അപ്പൊ ന്യായപ്രമാണമാണ് ശരിക്കും നെയിൽ ഡൗൺ ആയത്. യേശുവിനെ കുരിശിൽ തറച്ചെങ്കിലും യേശു ആ കുരിശിൽ നിന്ന് എഴുന്നേറ്റു, ജീവനിലേക്ക് ഉയർത്തു. പക്ഷെ ന്യായപ്രമാണത്തിന് അങ്ങനെ ഒരു ഉയർപ്പുണ്ടായില്ല. ന്യായപ്രമാണത്തെ കുരിശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞെന്ന് പറയുന്നത്. അപ്പൊ പാപത്തിൽ നിന്ന് യഹൂദന് കിട്ടുന്ന മോചനം, വലിയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആ ന്യായപ്രമാണം എന്ന നുകത്തിൽ നിന്നും, ആ വലിയ ഇരുട്ടിൽ നിന്നുമുള്ള മോചനമാണ് കിട്ടിയത്. ലോകത്തുള്ള മറ്റാളുകളെ സംബന്ധിച്ച് അവർക്ക് ന്യായപ്രമാണം നൽകപ്പെട്ടിട്ടില്ല. ന്യായപ്രമാണം എന്ന നുകത്തിന്റെ കീഴിലല്ല മറ്റുള്ള ജാതികൾ. പക്ഷെ അവർക്ക് യേശുക്രിസ്തുവിലൂടെ സത്യദൈവത്തെ കാണാനും മനസ്സിലാക്കാനുമുള്ള അവസരമാണ് കിട്ടുന്നത്. അവര് വളരെ മോർ ഈസിയാണ് അവരെ സംബന്ധിച്ച്. കാരണം ഒരു നുകം അവരുടെ മേലില്ല. ഒരു യഹൂദൻ ക്രിസ്തുവിലൂടെ ദൈവത്തെ മനസ്സിലാക്കുന്നതിനേക്കാൾ ഫാർ മോർ ഈസിയാണ് ഇതില്ലാത്ത ഒരാൾക്ക് മനസ്സിലാക്കാൻ. ഒരു മിനിറ്റ്, അവിടെ ഒരു ചെറിയൊരു ഡൗട്ട് കൂടെ, അതുകൂടെ ക്ലാരിഫൈ വരുമ്പോൾ ചെറിയൊരു പ്രശ്നങ്ങൾ കുറെയൊക്കെ നമുക്കൊരു പ്രോഗ്രാമിൽ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാല് യേശുക്രിസ്തുവിനോട് ചില ആൾക്കാർ പറഞ്ഞു, മോശ ഞങ്ങളോട് ഈ സ്ത്രീയെ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് ഉപേക്ഷിക്കാന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഭാഗമാണ്. യേശു പറഞ്ഞു, അത് നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം അത്രേ മോശ അങ്ങനെ പറഞ്ഞത്. ന്യായപ്രമാണത്തിലൊരു കേസാണ് അത്. അപ്പൊ മോശ കൊടുത്ത ആ പ്രമാണം നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് ആ ഒരു പ്രമാണം വന്നത്. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞു, സൃഷ്ടിച്ചവൻ അവരെ ആദ്യം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അതുകൊണ്ട് അവർ ഒരു ദേഹമാണ്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കല്ലേ. അതാണ് ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ ആഗ്രഹം അതാണ് എന്ന് യേശു പറഞ്ഞു. പക്ഷെ ആ നിയമം വരാൻ കാര്യം ദൈവം മോശമായതുകൊണ്ടല്ല, ആ മനുഷ്യരുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ അങ്ങനെ ഒരു കൽപ്പന കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ എന്റെ ചോദ്യം ഇതാണ്, ന്യായപ്രമാണം അവരുടെ സ്വഭാവത്തിനനുസരിച്ചാണ് കൊടുത്തത്, എന്നാൽ അത് കൊടുത്ത ദൈവം തെറ്റുകാരനല്ല. ശരിയല്ലേ? നമ്മുടെ അത് അങ്ങനല്ലേ എടുക്കണ്ട? യേശു അങ്ങനല്ലേ പഠിപ്പിച്ചത്? ആ ന്യായപ്രമാണം കൊടുത്ത ദൈവം മോശ വഴി അങ്ങനെ കൊടുക്കാൻ കാര്യം അവരുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ്. പക്ഷെ ദൈവം ചെയ്തിരിക്കുന്നത്, ദൈവത്തിന്റെ ശരിക്കുള്ള ആ ന്യായപ്രമാണം കൊടുത്ത ദൈവം തന്നെ, അഥവാ മോശ ആക്കി വെച്ച ദൈവം, ന്യായപ്രമാണം അവർക്ക് കൊടുത്ത ദൈവം ഒരു തെറ്റുകാരനാന്ന് പറയുന്നില്ല. ആ പ്രമാണം നിങ്ങൾ നിമിത്തമാണ് അങ്ങനെ തരേണ്ടി വന്നതെന്നാ പറഞ്ഞത്. നിങ്ങൾ നിമിത്തമാണ്, നിങ്ങളുടെ സ്വഭാവം നിമിത്തമാണ് അങ്ങനെ ഒരു പ്രമാണം തരേണ്ട വന്നതെന്നല്ലേ യേശുവോട് ഇന്റർപ്രറ്റ് ചെയ്തത്. അതിനൊന്ന് പറയാമോ? എസ് ജി പാസ് എന്തെങ്കിലും വേറെ ആഡ് ചെയ്യാൻ വന്നായിരുന്നു? എനിക്കത് പെട്ടെന്ന് ഒരു ഓർമ്മ വന്നു, അത് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് അത് അന്ന് പണ്ടും പറഞ്ഞിട്ടുണ്ട്. അതിന് മറുപടി ഞാൻ അന്ന് പറഞ്ഞെങ്കിലും അത് അദ്ദേഹം അങ്ങ് പോയായിരുന്നു. പിന്നീട് അധികം ഞങ്ങൾ പിന്നെ കൺഫ്രണ്ടേഷൻ നടന്നില്ല. എന്നാല് ഈ പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പ്രസംഗിച്ച് കേട്ട് സ്നാനപ്പെട്ട 3000 പേരുടെ കാര്യം പറഞ്ഞാൽ അത് യഹൂദന്മാരായിരുന്നു നമുക്ക് വ്യക്തമാണ്. എന്നാൽ അതിനുശേഷം പിന്നീട് ഉണ്ടായ സഭകൾ, പിന്നെ ശമരിയയിലും പിന്നീട് കൊർന്നല്യോസിന്റെ ഭവനത്തിലും, അതിനുശേഷം പിന്നെ പൗലോസിന്റെ മിഷണറി യാത്രയില് ഗലാത്യ, ഫ്രൂഗ്യ പ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് അവിടെ മക്കദോന്യ, അതുപോലെ തന്നെ കൊരിന്ത്, എഫേസൂസ്, ഈ പറയപ്പെട്ട ഇടങ്ങളിലെല്ലാം അവർ ആര്യ യഹൂദന്മാരല്ലായിരുന്നു, അവരൊക്കെ ജാതികളാണ്. അന്ത്യോക്യയിലും ജാതികളായിരുന്നു.
അപ്പൊ അവിടെയുള്ള അവർക്കൊന്നും ഇതിന് രക്ഷ ബാധകമല്ല, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂ. മനുഷ്യജാതിക്ക് മുഴുവനും രക്ഷ ആവശ്യമല്ലേ? അപ്പൊ രണ്ട് കാര്യം അതെ, വന്നേക്കുന്നത്. ഒന്ന് യഹൂദ മനുഷ്യരാശിക്ക് പറഞ്ഞു. രണ്ട്, ഈ സാൽവേഷൻ എന്നുള്ളത് 2 ഫോൾഡ് ആണ്. രണ്ട് രക്ഷ രണ്ട് രീതിയിലാണ്. ഈ ന്യായപ്രമാണത്തിൽ നിന്നുള്ള രക്ഷ യഹൂദിന് മാത്രമേ ഉള്ളൂ, യഹൂദിന് മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പം നമുക്ക് ഈ ഒരു കാർഷിക കടങ്ങളെല്ലാം ഇന്ത്യയിൽ എഴുതി തള്ളി എന്ന് ഇപ്പൊ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചാൽ അത് കാർഷിക കടമുള്ളവർക്ക് മാത്രമേ ഗുഡ് ന്യൂസ് ആകുന്നുള്ളൂ. അല്ലാത്തവർക്ക് നമുക്കും ഗുഡ് ന്യൂസ് ആണ്, അവർ രക്ഷപ്പെട്ടല്ലോ. പക്ഷെ നമുക്കത് സബ്ജക്റ്റീവ് അല്ല, ഒബ്ജക്റ്റീവ് ഗുഡ് ന്യൂസ് ആണ്. അതുപോലെ ഈ യഹൂദിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള മോചനം യേശു കൊടുത്തു, അപ്പം നമുക്ക് ചുറ്റുമുള്ളവർക്ക് സന്തോഷിക്കാം, അവന്മാർ അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. പക്ഷെ അത് നമ്മളെ ഡയറക്റ്റ് ബാധിക്കുന്നതല്ല. അപ്പൊ ഈ ന്യായപ്രമാണത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ള തരത്തിലുള്ള ജൂവിഷ് കോണ്ടെക്സ്റ്റിലുള്ള വാക്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ കൂട്ടായ്മകളിൽ പ്രസംഗിക്കുകയും ആവേശപൂർവ്വം നമ്മളെ ഇളക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് സന്തോഷകരമായ കാര്യങ്ങൾ തന്നെയാണ്, നല്ല ഗുഡ് ന്യൂസ് ആണ്, നല്ല വചനമാണ്. പക്ഷെ ആത്യന്തികമായിട്ട് അത് നമ്മളെ ഡയറക്റ്റ് ബാധിക്കുന്നതല്ല. നമ്മൾ ആ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ലായിരുന്നു. എന്നാൽ നമുക്കുള്ള രക്ഷ സാർവത്രിക രക്ഷയാണ്. അതെല്ലാവർക്കും കൂടി ഉള്ള വലിയൊരു മനുഷ്യവർഗത്തിന്റെ വലിയ റിസ്റ്റോറേഷന്റെ പ്രഖ്യാപനമാണ്. ഇത് രണ്ടാണ്. ഒന്ന് ഈ മോശയുടെ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവർക്കുള്ള മെസ്സേജും മറ്റേത് ആദാമ്യ വർഗത്തിന് മുഴുവനുള്ള മെസ്സേജുമാണ്. ഇപ്പൊ ഈ ആദാമ്യ വർഗത്തിന് മുഴുവനുള്ള മെസ്സേജാണ് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതാണ് ട്രൂ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് ഞങ്ങൾ പറയുന്നത്. മറ്റേത് അപ്പൊ ഇതിനകത്ത് ഒരു മെയിൻ മേജർ പോർഷൻ യഹൂദനെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്. ഇത് രണ്ടും ഈ രണ്ടുപേർക്കും പറയുന്നില്ല എന്റെ പൊന്നെ. നിങ്ങൾ സൗണ്ട് വേറെ രീതിയിലാണ്. എന്റെ സൗണ്ട് എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ശരി, ഈ രണ്ട് കൂട്ടർക്കും നമുക്ക് രണ്ടുപേര് ഒന്ന് രണ്ട് പേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അത് കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ ഒരു ഊഴം വരുമ്പോൾ അടുത്ത സെക്ഷൻ ഓപ്പൺ ചെയ്യാവും. ഒരു മിനിറ്റ്. നമ്മുടെ ഇത് എസ് ജി പാസ്റ്റർ പറഞ്ഞതിന്റെ ഉത്തരമായി. ഞാൻ പറഞ്ഞതിന്റെ ഉത്തരം ഒന്ന് അറ്റൻഡ് ചെയ്യുക. കാരണം ആ യഹൂദന്റെ ഹൃദയകാഠിന്യം നിമിത്തം അത്തരം ഒരു കൽപ്പന കൊടുത്തത് എന്ന് മോശ പറയുമ്പോൾ ദൈവത്തെ കുറ്റക്കാരനാക്കുന്നില്ല, മനുഷ്യനെയാ കുറ്റക്കാരാക്കുന്നത്. മനസ്സിലാക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിലുള്ള കഠിനതകൾ ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ ആ കഠിനത അങ്ങനെ വരാൻ കാര്യം അവരുടെ ഹൃദയകാഠിന്യ നിമിത്തമാണെന്ന് യേശു പറയുന്നു. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതെ, അത് മത്തായി മർക്കോസ് ലൂക്കോസിലൊക്കെ ആ സെയിം ആശയമുണ്ട്. മത്തായി 19 നമ്മൾ കല്യാണത്തിനൊക്കെ എപ്പോഴും വായിക്കുന്ന ഭാഗമാണ്. അപ്പൊ അവിടെ പറയുന്നത് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത് ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. സോ ഇറ്റ് വാസ് മോസസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ദൈവം രംഗത്ത് വരുന്നേ ഇല്ല. ദൈവം നിരപരാധിയല്ല എന്ന് ലോറൻസ് പാസ്റ്റർ ചോദിക്കുന്നത് അവിടെ മോശയാണ്. അപ്പൊ മോശ എന്തുകൊണ്ട് അനുവദിച്ചെന്നാണ് ചോദിക്കുന്നത്. മോശയുടെ കാര്യമാണ് യേശു പറയുന്നത്. മോശ അത് ചെയ്തത് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ്. അപ്പൊ പഴയ നിയമം ഹൃദയകാഠിന്യം നിമിത്തം കൊടുത്താണെന്നും ഹൃദയകാഠിന്യം പഴയ നിയമം വായിക്കുമ്പോൾ ഉണ്ടാകുമെന്നും ഇപ്പൊ 2 കൊരിന്ത്യർ 3 പൗലോസ്ലീഹ പറയുന്നുണ്ട്. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ഹൃദയം കഠിനമാകുന്നു. കാരണം അത് ഹാർഡ് ആയിട്ടുള്ള ലോയാണ്. നമ്മുടെ ഹൃദയത്തെ അലിയിപ്പിക്കുന്നതായിട്ടുള്ള കമാൻഡ്മെന്റ്സ് അല്ല, മറിച്ച് കണ്ണിന് കണ്ണ്, ചെവിക്ക് ചെവി, പല്ലിന് പല്ല്. അപ്പൊ ഇത് നമ്മുടെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കും. നമ്മൾ ക്രൂരരായിക്കൊണ്ടിരിക്കും, കർക്കശത ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പം യേശുക്രിസ്തുവിന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഹൃദയം അലിയും. നീ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും ശത്രുവിനെ സ്നേഹിക്കണമെന്നും നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിലും നീ അവന് ഭക്ഷിക്കാൻ കൊടുക്കണമെന്നും എന്നൊക്കെ പറയുമ്പോൾ ഹൃദയം അലിയുന്നതാണ് സുവിശേഷം. പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാൽ ഭയങ്കര കർക്കശ സ്വഭാവമുള്ളതാണ്, ഹൃദയം കഠിനമാകും. അതാണ് പൗലോസ്ലീഹ പറഞ്ഞ പഴയ നിയമം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമാകും. ഇത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതെ, നമ്മുടെ ഈ ദൈവത്തിന്റെ വിരലുകളാൽ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത് എന്ന് എഴുതിയെന്ന് ബൈബിൾ പറയുന്നുണ്ട്, ഈ കൽപ്പനകൾ. അപ്പൊ അത് ദൈവം കഠിനമായിട്ട് പറയുന്നുണ്ട്, ചെയ്യരുത്. അതൊക്കെ ന്യായപ്രമാണമാണല്ലോ. 10 കൽപ്പന എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ അതിപ്രധാന കീ എലമെന്റ്സ് ആണല്ലോ. അപ്പൊ അത് ആ മനുഷ്യരുടെ അന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യരുടെ കഠിനതയ്ക്ക് അനുസരിച്ചുള്ള കഠിന സ്റ്റാൻഡാണ്. എന്നാൽ രക്തം ചിന്തി ഒരു പുതിയ ഓപ്പണിങ് യേശുക്രിസ്തു തന്നെ പ്രായശ്ചിത്തം വരുത്തി, അഥവാ നമ്മൾക്ക് വേണ്ടി മറുവിലയായി തീർന്നതിനാൽ നമ്മൾക്കിപ്പോൾ ഈ പറയുന്ന ഈ കരളലിപ്പിക്കുന്ന സ്നേഹത്തിന്റെ സംഗതികളൊക്കെ പിന്നീടാണ് ഓപ്പൺ ആകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് അന്ന് ദൈവം കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് എഴുതി വിരലുകൊണ്ട് കൊടുത്ത സാധനം ഇച്ചിരി കടുപ്പമുള്ളതിനാൽ ആ ദൈവം തെറ്റാണെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ലെന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ, അതിന്റെ ഒരു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ എങ്ങനെ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ? അതായത് അത് ദൈവിക ന്യായപ്രമാണവും മോശയിക ന്യായപ്രമാണവും ഉണ്ട്.
അപ്പൊ അത് വലിയൊരു വിഷയമാണ്. അതിപ്പോ ഇന്നത്തെ ഈ ചെറിയ റൂമിൽ നമുക്ക് ഇനി ഇരുന്ന് പറഞ്ഞ ഒക്കത്തില്ല. നമുക്ക് അടുത്തൊരു ദിവസം വേണേ അത് എന്തുകൊണ്ടാണ് ഡിവൈൻ ലോയിനെ മൊസൈക്ക് ലോയിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട ആവശ്യകത എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. മനസ്സിലായോ പാഷക്ക്? ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് കൂടുതൽ ഓക്കെ. മനസ്സിലാക്കും. MK എന്താ ചോദിക്കാൻ? പക്ഷെ ആ പതുക്കെ ചോദിക്കണം, ഭയങ്കര സൗണ്ട് ആണ് കേട്ടോ. അല്ല, ഞാൻ ചോദിച്ചത് അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂസിലൂടെ അല്ലേ ഈ രണ്ടുപേർക്കും, അതായത് യഹൂദർക്കും ജാതികൾക്കും രക്ഷ ഉണ്ടായത്? യഹൂദർക്ക് മാത്രമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഈ കാൽവറി ക്രൂസിലൂടെ അല്ലാതെ വേറെന്താണ് മറ്റുള്ളവർക്ക് വേറെ എങ്ങനെയാണ് രക്ഷ ഉണ്ടായത്? ഞാൻ അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയാം. അതായത് ഈ റോമാലേഖനം 1-ാം അധ്യായത്തിൽ അതിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ഇൻട്രൊഡക്ഷൻ പ്രൊലോഗിനകത്ത് പൗലോസ് പറയുന്നത്, പിന്നെ 6-ാം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിൽ നിന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അപ്പോൾ ഈ പൗലോസിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞത് സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിനാണ്, അല്ലാതെ യഹൂദന്മാർക്ക് വേണ്ടി. തന്നെ താഴെ പറയുന്നുണ്ട് സുവിശേഷം എന്ന് പറയുന്നത് ദൈവശക്തിയാണ്, അത് ആദ്യം യഹൂദനും പിന്നെ യവനും എന്നോട് പറയുന്നു. എങ്കിൽ അപ്പൊ എല്ലാവർക്കും വേണ്ടി ഉള്ളതെന്നാണ് പൗലോസോട് പറയുന്നത്. അപ്പൊ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നാണ്. അതെ, സകല ജാതികളിലും വിശ്വാസത്തിന് അനുസരണം വരുത്തണമെന്നല്ല, സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തണമെന്ന് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചു വായിക്കേ. ഈ സകല ജാതികളുടെയും ഇടയിൽ നിന്ന് യെരുശലേമിൽ വന്ന് പാർക്കുന്ന ആളുകൾ ഈ ശബ്ദം കേട്ടപ്പോൾ വട്ടത്തിൽ കൂടി പെന്തക്കോസ്ത് പെരുന്നാളിന്. സകല ജാതികളുടെയും ഇടയിൽ നിന്ന് പൊന്തോസിലും കർപ്പോസിലും അങ്ങനെ അറബിക്കാരും ക്രേത്യരും എന്ന് പറഞ്ഞ് 18 കൂട്ടം ജാതികളുടെ ഇടയിൽ നിന്ന് വന്നവര് അവിടെ ഉണ്ടായിരുന്നു. യഹൂദന്മാരെന്ന് ജാതികളുടെ ഇടയില് ചിതറിപ്പാർക്കുകയാണ്. അപ്പൊ ജാതികളുടെ ഇടയിൽ പാർക്കുന്ന ഇവരിൽ അനുസരണം വരുത്തേണ്ടതിനെന്നാണ് അത്, അല്ലാതെ സകല ജാതികളിലും അനുസരണം വരുത്താനല്ല. അങ്ങനെ അതെങ്ങനെയാ അങ്ങനെ അത് മനസ്സിലാക്കുന്നത്? ജാതിയുടെ ഇടയിൽ ഞങ്ങൾ താമസിച്ചത് കൊണ്ടാണോ അവിടെ അവർക്ക് രക്ഷ വരുത്തേണ്ട ആവശ്യം വരുന്നത്? അതെ, അവര് ജാതികളായതുകൊണ്ട് അല്ല, ജാതികളുടെ ഇടയിൽ പാർക്കുന്ന യഹൂദന്മാർ ജാതികളുടെ ഇടയിൽ നിന്നാണ്. പെന്തക്കോസ്ത് പെരുന്നാളിൽ വന്ന ജാതികളാണോ യഹൂദന്മാരാണോ? പാസ്റ്റർ ഒന്ന് ഉത്തരം പറഞ്ഞേ. അല്ല, പെന്തക്കോസ്ത് പെരുന്നാളിൽ വന്ന കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. ഇവിടെ ഞാനതാ ചോദിക്കുന്നത്, യഹൂദന്മാരാണോ? അല്ല, അത് യഹൂദന്മാരാണെന്നിരിക്കട്ടെ, കുഴപ്പമില്ല, ആ യഹൂദന്മാരാണ്. പക്ഷെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് യേശുക്രിസ്തു വന്നതെന്നും മരിച്ചതെന്നും പറഞ്ഞാൽ അത് ശരിയാണോ? ആർക്ക്? ആ പെന്തക്കോസ്ത് നാളിൽ വന്ന പാസ്റ്റർ ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞത് പാസ്റ്റർ ലിസൺ ചെയ്തില്ല. ലോറൻസ് പാസ്റ്റർ ലിസൺ ചെയ്തു. 2-fold സാൽവേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ലോറൻസ് പാസ്റ്റർ കേട്ടില്ല അത് പറഞ്ഞേ. അല്ലാതെ ഇത് യഹൂദന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള രക്ഷ അത് യഹൂദന് മാത്രമേ ഉള്ളൂ. അത് എക്സ്ക്ലൂസീവ്ലി ഓൺലി ഫോർ ജൂസ്. നമ്മളെങ്ങനെയാ ന്യായപ്രമാണത്തിൽ നിന്ന്? നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ലായിരുന്നു. ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നവർക്കാണ് ന്യായപ്രമാണത്തിൽ നിന്നുള്ള രക്ഷ. അല്ലാത്തവർക്ക് ഉള്ളത് റിസ്റ്റോറേഷനാണ്. ആദാമി വർഗത്തിന്റെ മുഴുവൻ പുനഃസ്ഥാപനമാണ്. അപ്പൊ പുനഃസ്ഥാപന നീതീകരണമാണ് സകല ജാതികൾക്കുമുള്ള ആ മഹാസന്തോഷം. മറ്റേത് ജൂതനുള്ളതാണ്. അപ്പൊ ജൂതനാണ് ന്യായപ്രമാണം എന്ന നുകത്തിന്റെ കീഴിലിരിക്കുന്നത്. അവരെയാണ് പുഷ്ടി നിമിത്തം, അഭിഷേക നിമിത്തം നുകം തകർന്നു പോകും. അപ്പൊ അഭിഷിക്തനായ ക്രിസ്തു അഭിഷേകത്താൽ വന്നപ്പോൾ 1500 വർഷം ഇരുന്ന ന്യായപ്രമാണത്തിന്റെ നുകം തകർന്നു. അതാണ് യെശയ്യാ 10:27 പറയുന്നത്, അഭിഷേക നിമിത്തം the yoke shall be destroyed because of the anointing. അപ്പൊ the anointed one has came and he broke the yoke. അതുകൊണ്ടാണ് പിശാചിന്റെ പ്രവൃത്തികളെ the son of God manifested to destroy the works of devil. അത് തകർത്ത് കളഞ്ഞു. അപ്പൊ ആ ന്യായപ്രമാണം എന്ന നുകം അവിടെ നിന്ന് മാറിപ്പോയി. ഇതൊരു ഗ്ലാഡ് ന്യൂസ് ആണ്. ആ ഗ്ലാഡ് ന്യൂസ് യഹൂദന് മാത്രമേ ഗ്ലാഡ് ന്യൂസ് ആകത്തുള്ളൂ. അതാ ഞാൻ ഉദാഹരണം പറഞ്ഞേ. ഇപ്പം കാർഷിക കടങ്ങൾ എഴുതി തള്ളി എന്നൊരു പറഞ്ഞാൽ കാർഷിക കടം ഉള്ളവർക്കേ അത് ഗ്ലാഡ് ന്യൂസ് ആകത്തുള്ളൂ. കടമില്ലാത്തവൻ, വസ്തു പോലും ഇല്ലാത്തവൻ എങ്ങനെയാ അത് ഗ്ലാഡ് ന്യൂസ് ആകുന്നത്? വാടക വീട്ടിൽ കിടക്കുന്നവൻ എങ്ങനെയാ അത് ഗ്ലാഡ് ന്യൂസ് ആകുന്നത്? അവന് ഗ്ലാഡ് ന്യൂസ് അല്ല. പക്ഷേ അത് ഒരു വിശാല അർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പലർക്കും ഇത് ഇളവ് കിട്ടി എന്നുള്ള അർത്ഥത്തിൽ വേണം നമുക്കത് ഗ്ലാഡ് ന്യൂസ് ആവും. അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് രക്ഷ 2 വിധത്തിലാണ്
എന്ന് ഉള്ളതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടോ? വാക്യം എവിടെങ്കിലും ഉണ്ടോ? ഉണ്ട് അല്ല, ഉണ്ട്. അതല്ലേ എനിക്ക് മനസ്സിലായതെന്ന് പറയാം. ഒരു മിനിറ്റ്. എനിക്ക് പുള്ളി നമ്മുടെ സാരാഗ്രഹി പറഞ്ഞതെന്ന് പറഞ്ഞ ഇതാണ്, രണ്ട് എഫക്റ്റ് ആണ്. ഒന്ന്, യഹൂദന് ന്യായപ്രമാണം കൊടുത്തിരുന്നല്ലോ ഈ ദൈവത്തെ അനുസരിക്കുക കൽപ്പനകൾ. ആ കൽപ്പനയിൽ നിന്നൊരു മാറ്റം, ഒരു മോചനവും ഒരു പുതിയ നിയമത്തിന്റെ അധ്യായം യഹൂദനുള്ള ബന്ധത്തിൽ തുറക്കുന്നു. അവരെ സംബന്ധിച്ച് ആ ഒരു എഫക്റ്റ്. സാധാരണ മനുഷ്യർക്ക് ആദാമി വർഗ പാപവുമായി വന്നിരുന്ന ഈ പാപ സ്വഭാവത്തിന്റെ, പാപം ചെയ്തു ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അതേ സ്വഭാവത്തിന്റെ അതിൽ നിന്ന് യേശുക്രിസ്തു വരുത്തിയ ദൈവപുത്രൻ എന്നുള്ള നിലയിൽ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ലഭിച്ചു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചിന്തി എന്നുള്ള ആ സുവിശേഷം വഴി നമ്മൾക്ക് വേറൊരു എഫക്റ്റ്. അപ്പൊ രണ്ടുപേർക്കും സംഗതി ഒരാളാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ രണ്ട് എഫക്റ്റ് ഉണ്ട്. കാരണം ന്യായപ്രമാണം മറ്റവർക്ക് മാത്രമേ ഉള്ളായിരുന്നു. അത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണല്ലോ. എസ് പാഷ അങ്ങനെയല്ലേ നമ്മൾ കാണും. നമുക്ക് ന്യായപ്രമാണം ഉണ്ടായിരുന്നു ഇല്ലല്ലോ. അതാണ് കറക്റ്റ്. അതാണ് പക്ഷേ ഞാൻ പക്ഷേ പറഞ്ഞത്. പാസ്റ്ററെ ഒരു ക്രൂസിലെ സെക്കൻഡ് ലോറൻസ് പാസ്റ്റർ ഞാൻ പറഞ്ഞ് മനസ്സിലായി. താങ്ക് യു.